ജന്മഭൂമി ദിനപത്രം സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച നമസ്തേ കിളിയാർ നദീവന്ദന യാത്രയ്ക്ക് തലസ്ഥാനത്തെ പ്രൗഢോജ്വലമായ തുടക്കം. മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ നയിക്കുന്ന യാത്ര കിളിയാർ ഉത്ഭവിക്കുന്ന നെടുമങ്ങാട് തീർത്ഥങ്കരയിൽ നദീ പൂജയോടെയാണ് ആരംഭിച്ചത്. ISRO മുൻ ചെയർമാൻ ഡോക്ടർ ജി മാധവൻ നായർ യാത്ര ഉദ്ഘാടനം ചെയ്തു. ജന്മഭൂമി സുവർണ ജൂബിലിയോടനുബന്ധിച്ച് അനന്തപുരിയിൽ നടക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് നമസ്തേ കിളിയാർ നദിവന്ദന യാത്ര സംഘടിപ്പിച്ചത്. മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ നയിക്കുന്ന യാത്ര കിളിയാർ ഉത്ഭവിക്കുന്ന നെടുമങ്ങാട് തീർത്ഥക്കരയിൽ നിന്നും നദിപൂജയോടെ ആരംഭം കുറിച്ചു. കിള്ളിയാറിനെ പുനർജീവിപ്പിക്കാനുള്ള യാത്രയാണ് നടക്കുന്നത്. നദി ആരംഭിക്കുന്നിടത്ത് എത്ര ശുദ്ധമായിട്ടാണ് വെള്ളം ഒഴുകുന്നതെന്ന് യാത്ര ഉദ്ഘാടനം ചെയ്ത ISRO മുൻ ചെയർമാൻ ജി മാധവൻ നായർ പറഞ്ഞു. എനിക്ക് അതിശയം തോന്നി. ഇവിടെ കിള്ളിയാറിൻ്റെ ഉത്ഭവ സ്ഥലത്ത് ആ വെള്ളം ഞാൻ കണ്ടു. വളരെ ശുദ്ധമായിട്ടുള്ള കുടിനീരാണെന്ന് തന്നെ പറയാം. കയ്യിലെടുത്ത് കഴിഞ്ഞാൽ കയ്യിലെ വരകൾ പോലും വളരെ കൃത്യമായി കാണാം. ഇത് വിട്ടിട്ട് കരകുളത്തിനടുത്ത് പോയിട്ട് ആ വെള്ളം എടുത്തു കഴിഞ്ഞാൽ മുഴുവൻ ചെളിയും മാലിന്യങ്ങളൊക്കെ നിറഞ്ഞിട്ട് ഒന്നിനും കൊള്ളാത്ത വിധത്തിലുള്ള ജലമായിട്ട് മാറും. അപ്പോൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നേ ഉള്ളൂ. ഒരുപാട് മാലിന്യങ്ങൾ, മനുഷ്യനിർമ്മിതവും അല്ലാതുമായിട്ടുള്ള മാലിന്യങ്ങൾ ഈ ചെറിയ നദിയിൽ അടിഞ്ഞുകൂടുകയും അതിൻ്റെ ഫലമായിട്ടാണ് ഈ ജലം ഇത്രയും മാലിന്യമായിട്ട് മാറുന്നത്. പ്രകൃതിയെ സംരക്ഷിക്കാത്തതിന്റെ ദുരന്തമാണ് വയനാട് ഉണ്ടായത്. പുഴയെ എല്ലാം നിക്ഷേപിക്കാനുള്ള സ്ഥലമായിട്ടാണ് ഇന്ന് കാണുന്നതെന്നും കുമ്മനം രാജശേഖരനും അഭിപ്രായപ്പെട്ടു. നമ്മുടെ പാരിസ്ഥിതികങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും നാം വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല. മാധവ ഗാഡ്ഗിൽ എന്ന് പറയുന്ന മഹാനായ പ്രകൃതി ശാസ്ത്രജ്ഞൻ ഈ പശ്ചിമഘട്ട നിരകളെ നോക്കി മുറിവേറ്റ്, പരിക്കേറ്റ്, ചോര വാർന്നൊലിക്കുന്നു, സർവ്വതും നഷ്ടപ്പെട്ടു പോയ ആ പശ്ചിമഘട്ടത്തെ നോക്കി കണ്ണീരൊഴുക്കി ഇതിൻ്റെ പരിരക്ഷ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തന പദ്ധതിയായി ഏറ്റെടുത്തില്ലെങ്കിൽ ഈ കേരളം നശിക്കും എന്ന് അദ്ദേഹം വളരെ മുമ്പ് തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ്. ആ മുന്നറിയിപ്പ് നമ്മൾ ചെവിക്കൊണ്ടില്ല. അതിൻ്റെ ഫലം നമ്മൾ വയനാട് കണ്ടു. 3 മലകൾ ഒന്നാകെ തന്നെ ഇടിഞ്ഞ് നേരെ താഴോട്ടേക്ക് വന്ന് ഒരു ഭൂപ്രദേശത്തിൻ്റെ തന്നെ മുഖച്ഛായ മാറ്റി. ആ സ്ഥലത്തുണ്ടായിരുന്ന ജനങ്ങൾ എവിടെയാണ് കഴിയുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ വയ്യാത്ത വിധത്തിൽ ആ പ്രദേശത്തെ ഒന്നാകെ തന്നെ ഉന്മൂലനാശം വരുത്തിക്കൊണ്ടാണ് അവിടെ ആ ഒരു ഉരുൾപൊട്ടൽ നടന്നത്. മലയിടിച്ചിലുണ്ടായി. എന്തുകൊണ്ടത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. ഇതൊക്കെ സംഭവിക്കും എന്ന് വളരെ മുൻകൂട്ടി തന്നെ നമ്മോട് പലരും പറഞ്ഞു. എറിഞ്ഞു തള്ളാനുള്ളതാണ് ഈ നദികളെന്നാണ് നമ്മുടെയൊക്കെ കാഴ്ചപ്പാട്. എല്ലാ വേസ്റ്റും കൊണ്ട് ഇടേണ്ടത് എവിടെയാണ്? അത് നല്ല അടുത്ത് പുഴയുണ്ടല്ലോ, അവിടെ കൊണ്ട് തള്ളിയാൽ മതി. വീടുകളിലെയും സ്ഥാപനങ്ങളെയും ഒക്കെ അഴുക്കുചാലുകൾ എങ്ങോട്ടേക്കാണ് വിടേണ്ടത്? അത് പുഴയുണ്ടല്ലോ, സൗകര്യമുണ്ട്. റോഡിൽ വിടാൻ നിവൃത്തിയില്ലല്ലോ. സ്വന്തം ഭൂമിയിലേക്ക്, കൃഷിസ്ഥലത്തേക്ക് വിടാൻ നിവൃത്തിയില്ല. അതിന് തയ്യാറില്ല. എല്ലാം പുഴയിലേക്ക് തള്ളുകയാണ്. പുഴ എന്ന് പറയുന്നത് സർവ്വർക്കും വേണ്ടാത്തതെല്ലാം ഇടാനുള്ള ഒന്നായിരുന്നു എന്നൊരു സങ്കല്പം ഈ കേരളത്തിലുണ്ട്. നെടുമങ്ങാട് നിന്നും ആരംഭിച്ച യാത്ര വൈകുന്നേരം തിരുവല്ലത്ത് സമാപിക്കും. യാത്രയിലുടനീളം വിവിധ സാമുദായിക, സാംസ്കാരിക, സാമൂഹ്യ മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.